അല്ല, എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞാൻ കാണാത്ത, അതായത് ഞാൻ പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച്, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ ആ സിനിമയെക്കുറിച്ച് എനിക്ക് അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിൽ കുറച്ച് ദിവസം കൂടി വേണം എന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം. അങ്ങനെ ഒരു സിനിമയ്ക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ചർച്ചകൾ നടത്തിയിട്ടുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അതിനെ തർക്കം വെക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രവുമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പഞ്ചതത്വങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാവാത്മക മതേതരത്വം എന്നുള്ള പോയിന്റാണ്. ആ ഭാവാത്മക മതേതരത്വത്തോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ കമന്റിൽ നിന്ന് പോലും പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണം എന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അറിയാത്ത, കാണാത്ത ഒരു വസ്തുതയെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഒട്ടേറെ പെൺകുട്ടികൾ പല കേന്ദ്രങ്ങളിലും അവരെ രഹസ്യ അറകളിൽ അടച്ചതിനു ശേഷം ആ പെൺകുട്ടികൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്തു വന്നിട്ടുള്ള പെൺകുട്ടികളുടെ അവര് ഒരുമിച്ച് കൂടിയിരിക്കുകയും അവർ അവരുടേതായിട്ടുള്ള, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവർ ഇന്ന് കേരളത്തിലുണ്ട്. ഞാനല്ല അത് പറയേണ്ടത്, അത് നിങ്ങളാണ് പറയേണ്ടത്. ഈ സിനിമ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ എന്റെ ആൻസർ എന്ന് പറയുന്നത്, ആ സിനിമ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയൂ. ഒരു പത്രസമ്മേളനം, ഞാൻ ഉദാഹരണം പറയാം, ഒരു പത്രസമ്മേളനം ഞാൻ നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ ഞാൻ പറയുന്ന വിഷയങ്ങളിലെ ഗൗരവതരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചോദ്യമോ ഒരു ഉത്തരമോ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപാകെ എത്തിക്കണം എന്നുള്ള അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പത്രസമ്മേളനവുമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പൂട്ടിക്കെട്ടിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചും താപ്പറിനെ പോലെയുള്ള ഒരു വലിയ നിരവധി ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മുതലാളിയാണ് മിസ്റ്റർ താപ്പർ. ആ താപ്പർ കേരളത്തിൽ വന്നതും ഇവിടെ വലിയ ഒരു കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അനുഭവിച്ച വിഷയങ്ങളും മഹാരാഷ്ട്രയിലെ വ്യാപാരി വ്യവസായികൾക്കിടയിൽ അദ്ദേഹം ചർച്ച നടത്തിയതിന്റെ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് അത് ഞാൻ വിവരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ കമ്പനിയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദ വിവരങ്ങൾ ഞാൻ നൽകി. ഒരു ആശാപുര എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി അവരുടെ യഥാർത്ഥ ഓണർ ഗുജറാത്തിലാണ്. അവർ കേരളത്തില് കഴക്കൂട്ടത്ത് 10 ഏക്കർ സ്ഥലത്ത് അവർ വലിയ ഒരു പ്രൊജക്ട് തയ്യാറാക്കി. ഇന്ന് അവിടെ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്. ആ 10 ഏക്കർ സ്ഥലത്ത് അവിടെ ഒരു രീതിയിലും തെറ്റ് ചെയ്യാത്ത കുറെ ചെറുപ്പക്കാരെ ആ കമ്പനിക്കെതിരെ സംഘടിപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ആ കമ്പനി പൂട്ടിച്ചു. അങ്ങനെ ഒരു 12-15ഓളം വരുന്ന കമ്പനികൾ കേരളത്തിൽ പൂട്ടിയതും അതിന്റെ ചരിത്രവും നമുക്ക് എത്ര തൊഴിൽ കിട്ടുമായിരുന്നു എന്നതിനെക്കുറിച്ചും, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കേണ്ട KSIDC, കരിമണൽ കർത്ത കല്യാണം കഴിച്ച കമ്പനിയാണ് KSIDC. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. ആ KSIDCയെ കുറിച്ചും അതുപോലെ തന്നെ സിഡ്കോയെ കുറിച്ചും, ഇവിടെ വ്യവസായ നിക്ഷേപത്തിന് ആഗ്രഹമുള്ളവര് നോക്കിക്കാണുന്ന മരിച്ചുപോയിട്ടുള്ള വ്യവസായ ശൃംഖലകളാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞ് കൃത്യമായി ഒരു 10-25 പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി. എന്നാൽ ആ പത്രസമ്മേളനത്തിനൊടുവിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത എല്ലാ പ്രസംഗങ്ങളും കാണാനുള്ള ഒരു സമയമുള്ള ഒരാളല്ല ഞാൻ. അതല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ ഏറെ സമയം എനിക്ക് ചെലവഴിക്കാൻ സമയമില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നത്. എനിക്ക് സന്തോഷം. ചില കാര്യങ്ങളൊക്കെ ആ ബ്രേക്കിംഗ് ന്യൂസിലൂടെ എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാൻ കൂടുതൽ ഗൗരവതരമായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയണം എന്ന് ഉള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കൾ നൽകിയത് എന്നുള്ളതുകൊണ്ട്, തിരുവനന്തപുരം കേരളത്തിന്റെ കേന്ദ്രമായതുകൊണ്ടും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർ എല്ലാ ജില്ലകളെക്കാൾ കൂടുതൽ
ഞാൻ പറയുകയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറെ കൂടുതലുള്ള ഒരു ജില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ എന്നെ ഇനി തെറ്റിപ്പിക്കരുത്. തൃശ്ശൂരിലെ മാധ്യമ സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കളാണ്, പാലക്കാടുള്ളവരും എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദയവ് ചെയ്ത് എന്റെ ഈ പത്രസമ്മേളനത്തിലെ വിഷയം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. 2, ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട വിഷയമാണ്. 3ാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടേണ്ട ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു വസ്തുതയാണ്. സിനിമയെക്കുറിച്ചുള്ള ഒരു ചോദ്യം അടുത്ത പത്രസമ്മേളനത്തിൽ ചോദിക്കാം. അപ്പൊ ഞാൻ മറുപടി പറയും എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.